ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിച്ചു. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മുടെ വീഡിയോസ് ഹൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴേ നമ്മുടെ വീഡിയോസ് ഒത്തിരി ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്ത ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടൊരു ഫോട്ടോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ വഴി കണ്ടിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വിസ വന്നതാണ്. ആ വിസ ഞാൻ കൊടുക്കുന്ന വീഡിയോസാണ് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ഒന്ന് ഫ്രീ ജോബ്സുകളാണ്, അതായത് വിസകൾ നമുക്ക് ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ജോബ് വിസയിലേക്ക് മാറാൻ പറ്റുന്ന ജോബുകളും, അതേപോലെ തന്നെ നമ്മുടെ കൺസൾട്ടൻസി വഴി എറണാകുളത്തുള്ള നമ്മുടെ കൺസൾട്ടൻസി വഴി കൺഫേം ആയിട്ടുള്ള ജോബുകളുണ്ട്. അതായത് അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ജോബുകൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജോബ് കിട്ടും. കാരണം അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നതും ജോബിന് അവിടെ ആക്കി കൊടുക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ ആ ജോബുകൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോബാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അപ്പം താല്പര്യമുള്ള ആളുകൾ ആദ്യം കൊടുത്തിട്ടുള്ള ജോബുകളും അതല്ലാതെ നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലാ ജോബുകൾക്കും ആരൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് നേരിട്ട് ഓഫീസിൽ പോകാവുന്നതുമാണ്. അതേപോലെ നമുക്ക് CV അയച്ചു കൊടുക്കാവുന്നതുമാണ്. നേരിട്ട് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞിരും. അതല്ലെങ്കിൽ ഫോൺ വഴിയാണെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതേപോലെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എൻ്റെ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാനുള്ള ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ ഇടാറുള്ളത്. കുറേ ദിവസങ്ങളായിട്ട് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം കൊച്ചിയിലായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു. അതേപോലെ ഈ വിസ വന്നിട്ടുള്ള ആളുകളും അതേപോലെ വിസിറ്റിംഗ് വിസയിൽ നമ്മുടെ കൺസൾട്ടൻസി വഴി പോകുന്ന ജോബ് അന്വേഷിച്ച് പോകുന്ന കുറേ ആളുകളുണ്ട്. ഏകദേശം 20-ൽ കൂടുതൽ ആളുകൾ പോകുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 15-ാം തീയതി ഞാൻ പോകുന്നുണ്ട് ഗൾഫിലേക്ക്. ഞാൻ പോകുന്ന എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി അവരെയൊക്കെ ജോലി സ്ഥലത്താക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് തിരിയുകയുള്ളൂ. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അവരെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നത്. ഞാൻ ഒരു 6 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറച്ച് അത്യാവശ്യ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്ത് തീർത്ത് ക്രിസ്മസിന് മുന്നേ തിരിച്ച് ഞാൻ ഇവിടെ നാട്ടിൽ വരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അതേപോലെ കുറച്ച് കാര്യങ്ങൾ, നമ്മളൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ മേടിച്ചിട്ടുണ്ട്. പൊന്നൂസ് ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോയും കൂടി അതേപോലെ ഇടുന്നുണ്ട്. പിന്നെ പെങ്ങളുടെ കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കീമോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം കൊച്ചിൻ്റെ ആരോഗ്യസ്ഥിതിക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. എല്ലാവർക്കും അറിയാലോ, കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പെയിൻഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വേദന കുറയാനും കൊച്ചിൻ്റെ വാശികൾ കുറയാനും, ആകെ 3 വയസ്സുള്ള കൊച്ചിന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. കൊച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. പിന്നെ അതേപോലെ നമ്മൾ വഴി പോകുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അത് അവർക്ക് ചില പുതിയതായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു എൻ്റെ സപ്പോർട്ട് മാക്സിമം ഞാൻ 100%, ഞാൻ ഇവിടുന്ന് പോയി കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും കൂടെ ഞാനുണ്ടെങ്കിലും ആർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആണെങ്കിലും ഞാനിപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്. വിളിക്കുന്ന ആളോടൊക്കെ ഞാൻ പറയുന്നത്, എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ജോലി കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നാൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും. നമ്മളിപ്പോഴാണ് കൺസൾട്ടൻസിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇതിന് മുന്നത്തെ അതിനൊക്കെ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളതൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട്. വീഡിയോയിൽ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളും എല്ലാമായിട്ട്. അപ്പോൾ മറക്കരുത്, മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു. ആദ്യം കൊടുത്തിട്ടുള്ള എല്ലാ ജോലികളും, ഓഫീസ് അഡ്രസ്സ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള എല്ലാ ജോലികളും, മറ്റെല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന കൺസൾട്ടൻസിയാണ് നമ്മുടെ കൺസൾട്ടൻസി. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടൊരു ഫോട്ടോയും കൂടി വെക്കുന്നുണ്ട്. അത് നമ്മുടെ ചാനൽ വഴി പോകുന്ന ആൾക്കാർക്ക് വിസ കൊടുക്കുന്നതാണ്. കൺസൾട്ടൻസി ത്രൂ പോകുന്ന ആളുകൾക്ക് വിസ കൊടുക്കുന്ന ഒരു ഫോട്ടോയും കൂടിയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്നതാണ്. നിങ്ങൾ ഒരു രൂപ മുടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. ജോബ് കൺഫേമായിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.
ഫോട്ടോ അല്ല വീഡിയോ ആണ് വെക്കുന്നത് വിസ കൊടുക്കുന്ന ആൾക്കാരുടെ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും പോയി കണ്ട് ഉറപ്പുവരുത്താവുന്നതാണ്.